ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ടാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോബ് സീക്കേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന പോലെയാണ് ഞാൻ ഈ പാർട്ട് ചെയ്യുന്നത്. ഇതൊരു സെക്കൻഡ് പാർട്ടാണ് കഴിഞ്ഞ വീഡിയോൻ്റെ. നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ജോബൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ, ഈ ദുബായിലേക്ക് ജോബ് അന്വേഷിച്ച് വരുവാണ്, നമ്മളൊരു കമ്പനിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ ആയിട്ട് പോവുക, അല്ലെങ്കിൽ കമ്പനിയിൽ ജോബ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോകണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, ആ കമ്പനിയുടെ പേരടിച്ചു കൊടുക്കും. അങ്ങനെയല്ല നമ്മൾ ചെയ്യാറ്. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. നമ്മൾ അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോകും. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് പോലെ തന്നെ ഒരു അതിൻ്റെ സെയിം ആയിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്. അതിനാണ് 2GIS എന്ന് പറയുന്നത്. 2GIS എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ കാറിൽ പോകുന്നവർ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് 2GIS. 2GIS എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാവൽ പർപ്പസ് അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കാനായിട്ട് അതിനേക്കാൾ ഉപരി അതിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു യൂസ്, പക്ഷെ അത് ഈ ജോബ് അന്വേഷിച്ച് വരുന്ന നമ്മുടെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു യൂസ് ഉണ്ട് ഈ 2GIS വെച്ചിട്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് വരികയാണ്, നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു അൽക്കൂസ്, ദുബായിൽ ഒരുപാട് ഏരിയാസ് ഉണ്ട്, അൽക്കൂസ്, ബിസിനസ് ബേ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു ഏരിയ തിരിച്ച് നമ്മളിപ്പോൾ ഒരു കമ്പനീസ് എന്തൊക്കെയുണ്ട്, നമ്മളുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണ് നമ്മൾ അന്വേഷിച്ച് നോക്കാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഞാൻ MEPയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ MEP കമ്പനീസ് ഇൻ ബിസിനസ് ബേ, ഒരു ഏരിയയാണ് ബിസിനസ് ബേ എന്ന് കൊടുത്തു. ബിസിനസ് ബേ എന്ന് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോവുകയാണ്. നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോൾ MEP കമ്പനീസ് ഇൻ ബിസിനസ് ബേ 2GIS ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കമ്പനീസ്, അതായത് ആ ഒരു ഏരിയയിൽ, അതായത് ആ ഒരു ബിസിനസ് ബേ ഏരിയയിൽ ഉള്ള ഈ MEP റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടല്ലേ ഈ കമ്പനീസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടി. ഈ കമ്പനീസിൻ്റെ ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ആ കമ്പനിയുടെ അഡ്രസ്സ്, ആ കമ്പനിയുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, ഒന്നിൽ കൂടുതൽ കോണ്ടാക്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടും. പിന്നെ അത് നമ്മൾ മുന്നേത്തെ വീഡിയോയിൽ സെർച്ച് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് ചാനൽസ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് കിട്ടും. നമ്മൾ മുന്നേ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിച്ചു. നമ്മൾ ആ ഡാറ്റയിൽ നമ്മൾ കമ്പനിയുടെ നെയിം, കമ്പനിയുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ കോൾ ചെയ്യണം. ഇമെയിൽ ID കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ CV ഡ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ മെയിൽ അയക്കണം. അതാണല്ലോ അതിൻ്റെ പ്രൊസീജിയർ. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇമെയിൽ അയക്കും കമ്പനിക്ക്. ആ ഇമെയിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതറിയില്ലല്ലോ. നമുക്ക് പല കമ്പനിക്കും ഒരുപാട് മെയിൽസ് വരുന്നുണ്ടായിരിക്കും, പല മെയിലും സ്പാമിൽ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അയക്കുന്ന മെയിൽ അവിടെ കറക്റ്റായിട്ട് എത്തുന്നുണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതൊരു ചോദ്യമല്ലേ. അപ്പം നമ്മളതിന് എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം, നമ്മൾ കോൾ ചെയ്യണം അവർക്ക്. അതായത് നമ്മൾ മെയിൽ അയച്ചൊരു 1/2 an hour അല്ലെങ്കിൽ ഒരു 45 minutes നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നമ്പർ ഉണ്ടല്ലോ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, കോണ്ടാക്ട് നമ്പർ ഉണ്ട്. അത് റിസപ്ഷൻസ് നമ്പർ ആയിരിക്കും, HR നമ്പർ ഒന്നും ആയിരിക്കില്ല. നമ്മൾ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം. ഞാനിങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇന്ന ജോബ് അന്വേഷിച്ചിട്ട് വരുവാണ്, ഇങ്ങനൊരു മെയിൽ നിങ്ങൾക്ക് റിസീവ് ചെയ്തിട്ടുണ്ടോന്ന് അതൊരു കൺഫർമേഷൻ മെയിലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു കൺഫർമേഷൻ കോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുവാണ് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കാമെന്ന് അവർ പറയും. അല്ലെങ്കിൽ അവരിപ്പോൾ വേക്കൻസി ഒന്നും ഇല്ല എന്ന് പറയും. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കൺഫർമേഷൻ കോൾ ചെയ്യേണ്ട ഒരു കാര്യം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ മെയിൽ നമ്മൾ ചെയ്ത കാര്യം കംപ്ലീറ്റ് ആയി എന്നുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വിളിക്കുകയില്ല എന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പാണ് വരുന്നത്. നമ്മളിങ്ങനെ ഓരോ ഏരിയ വൈസ്, ഇപ്പോൾ ബിസിനസ് ബേ എടുത്തു, പിന്നെ ഇനി അൽക്കൂസ് എടുക്കാം. നമുക്ക് അൽക്കൂസ് എടുത്തു കഴിയുമ്പോൾ അവിടെയും ഒരുപാട് കമ്പനീസ്, അങ്ങനെ കമ്പനീസിൻ്റെ ഫുൾ ലിസ്റ്റ് നമ്മൾ എടുത്തതിന് ശേഷം ഫുൾ കമ്പനിക്കും നമ്മൾ കോൾ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ മെയിൽ അയക്കുക. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പോൾ പൊതുവെ പറഞ്ഞു വരിക നമ്മൾ ഫിസിക്കലി പോയിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. നമുക്ക് ഫിസിക്കലിയും പോവാം.
അതായത് നമ്മൾ സെറോക്സ് കോപ്പി എടുക്കുക, അതായത് നമ്മുടെ CV അല്ലെങ്കിൽ റെസ്യൂമിയുടെ നമ്മുടെ ഹാർഡ് കോപ്പി എടുത്ത് നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാനും പറ്റും. നമുക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അത് പെർസെൻറ്റേജ് ഓഫ് ചാൻസ് കുറവാണെങ്കിൽ, നമ്മൾ 1% ആണെങ്കിൽ പോലും നമ്മൾ ഒരു പഴുതും നമ്മൾ എന്താ പറയുക കൊടുക്കാൻ പാടില്ല. നമ്മളുടെ ആവശ്യമാണ്. നമ്മളിപ്പോൾ കോള് വിളിക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോകുന്നതിനോ ഒരു ഹെസിറ്റേഷനും കാണിക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യമാണ്, അല്ലാതെ അവരുടെ ആവശ്യമില്ല. ജോലി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി കണ്ടുപിടിക്കണം. അത് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ജോബ് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണണം. നമ്മൾ ഒന്നിനും ഒരു മടിയും കാണിക്കാൻ പാടില്ല. അത് കോൾ ചെയ്യുമ്പോൾ അവരെന്ത് വിചാരിക്കുമെന്നോ, അല്ലെങ്കിൽ നമ്മൾ മെയിൽ അയക്കുമ്പോൾ അവൾക്ക് എന്ത് തോന്നും, ഒരുപാട് മെയിൽ അയക്കുമ്പോൾ എന്ത് തോന്നും, നമ്മളങ്ങനെ അനാവശ്യമായിട്ട് മെയിൽ അയക്കാൻ പാടില്ല. നമ്മളൊരു മെയിൽ അയച്ച് അതിന് ഒരു 3-4 ഡേയ്സ് അവർക്ക് ടൈം കൊടുത്തതിന് ശേഷം ഒരു ഫോളോ അപ്പ് മെയിൽ അയക്കുക. ദെൻ ഒരു റെസ്പോണ്ടും വരുന്നില്ലെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുക എന്തായി എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂ, നമുക്കിപ്പോൾ ഒരു കോൾ വന്ന് നമ്മൾ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വെറും കൈയോടെ പോകണ്ട. അതായത് നമ്മൾ ആ ഒരു ഏരിയയിൽ ഉള്ള ഒരു കമ്പനീസ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക, വേറെ ഏതെങ്കിലും കമ്പനികൾ ഉണ്ടോ എന്നുള്ളത്. നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ നമ്മൾ ഫിസിക്കലി നമുക്ക് അവിടെ പോയി നമ്മുടെ റെസ്യൂമി നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ അപ്പം നമുക്ക് ആ ഒരു ഡേ നമുക്ക് മാക്സിമം യൂസ്ഫുൾ ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇന്റർവ്യൂവിന് പോയി അതുപോലെ തന്നെ തിരിച്ചു വന്ന് ആ ഒരു ദിവസം വെറുതെ വേസ്റ്റ് ആയി കളയണ്ടല്ലോ. ഇന്റർവ്യൂ ഓക്കെയാണ്, നമ്മൾ അറ്റൻഡ് ചെയ്തു, പക്ഷെ ആ ഒരു ഏരിയയിൽ നമുക്ക് വേറെ ഏതെങ്കിലും കമ്പനീസ് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി ഒരു പോസിറ്റീവ് അല്ലേ നമുക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാൻസും നമ്മൾ മിസ്സാക്കാൻ പാടില്ല. നമ്മളുടെ ആവശ്യമാണ്. താൻ പാതി ദൈവം പാതി എന്നല്ല പറയുക. നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യുക. പാതി എന്നല്ല, നമ്മളൊരു 75% നമ്മൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. നമ്മൾ ഒന്നിനും ഒരു മടിയും കാണിക്കരുത്. മാക്സിമം എല്ലാ ഏരിയയും കവർ ചെയ്ത് എല്ലാ കമ്പനി ഡീറ്റെയിൽസ് കൊടുത്ത് മാക്സിമം എല്ലാ കമ്പനിയിലേക്കും നമ്മുടെ CV എങ്ങനെ, അതിപ്പോൾ മെയിൽ ത്രൂ ആയാലും വാട്സപ്പ് ത്രൂ ആയാലും ഫിസിക്കലി ആയാലും നമ്മൾ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു ജോലി നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു UAE-യിലുള്ള മാക്സിമം ഏരിയ വൈസ് കവർ ചെയ്ത് എല്ലാ കമ്പനീസിനും നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മൾ എന്താണ്, നമുക്കൊരു ജോലി ആവശ്യമുണ്ട്, നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസ്, അതായത് റെസ്യൂമേ ആണല്ലോ നമ്മുടെ മെയിൻ, അത് നമ്മളെല്ലായിടത്തും എത്തിക്കുക. അതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പടച്ചവന്റെ കയ്യിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിലാണ്. അതൊക്കെ അങ്ങോട്ട് തന്നോളും. നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് നല്ല മനസ്സോട് കൂടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ മുന്നോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ബാക്കിയൊക്കെ തന്നെ വന്നുകൊള്ളും. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ഇരുന്നാൽ മതി, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. പിന്നെ ചെയ്യുന്ന കാര്യം കുറച്ച് എന്താ പറയാ, ഒന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നല്ല രീതിയിലേ വരുള്ളൂ. അത് അനുഭവം കൊണ്ട് പറയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇനി കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ ഈ ഒരു തരത്തിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഫ്രഷേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ പറഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ഒരു പാർട്ടും കൂടി ഉണ്ട്, അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പം എല്ലാവർക്കും നന്ദി. താങ്ക് യു.